കല്ലേറ്റിങ്കിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കുറെ തിയറികൾ പഠിച്ചു. ഇനിയുള്ള ഭാഗം നല്ല എളുപ്പമാണ്. നമുക്ക് പടം വരയ്ക്കാനാണ്. കുറച്ചുകൂടി നമുക്ക് കണക്കുള്ളത് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകതയും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മള് പ്രൂവിംഗ് ഒക്കെ കഴിഞ്ഞു. പ്രൂവിംഗ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കണക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി പ്രൂവിംഗ് ഇല്ല. ഇനി നമുക്കുള്ളത് കുറച്ച് കണക്കുകള്. അതിൽ ഇവിടെ കുറച്ച് തിയറിയാണ് ആദ്യം പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ എഴുതി വെക്കാം. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഇംഗ്ലീഷിലെ കാര്യം, if the two sides of triangle are equal, the angles opposite to these sides are equal. എന്താണ് ഈ തിയറി നോക്കാം. if two sides of the triangle are equal, ഒരു ത്രികോണം, ഇത്ര നേരം നമ്മൾ രണ്ട് ത്രികോണങ്ങളാണ് പഠിച്ചത് കേട്ടോ. രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ആക്കാൻ, രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ കാണാൻ, രണ്ട് ത്രികോണങ്ങളുടെ ആംഗിൾസ്, രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഇനി നമ്മൾ ഒരു ത്രികോണമാണ്, ഒരു ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിലെ ടു സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ ABC, അതില് ABയും ACയും ഈക്വൽ ആണെങ്കിൽ, ശ്രദ്ധിക്കേ, ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള ഈ ആംഗിളും ഈ വശത്തിനെതിരെയുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ B is equal to ആംഗിൾ C. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി? എളുപ്പമല്ലേ പഠിക്കാൻ? ഒന്നുകൂടി പറയുന്നതാണ്. if the two sides of the triangle equal ആണെങ്കിൽ the angles opposite to this sides are, നമ്മൾ പഠിച്ച തിയറി തന്നെയാണ്. രണ്ട് ട്രയാങ്കിൾ വെച്ച് നമ്മൾ പഠിച്ചത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് രണ്ട് ട്രയാങ്കിളിൽ ഈക്വൽ ആണെന്ന്. ഇപ്പൊ ഇത് ഒരു ട്രയാങ്കിളിലേക്ക് കൊണ്ടുവന്നു. ഇത്ര നേരം നമ്മൾ രണ്ട് ട്രയാങ്കിൾ വരച്ചു. രണ്ട് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയി. ഇപ്പൊ പറയുന്നത് ഒരു ട്രയാങ്കിളിൽ തന്നെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ബിയും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സിയും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. കിട്ടിയ എല്ലാവർക്കും? മനസ്സിലായി? അടുത്ത തിയറി അത് തന്നെ തിരിച്ചു പറയാണ്. സെക്കൻഡ്, അടുത്ത പേജില്, പേജ് നമ്പർ 25 നോക്കാം. if two angles of triangle are equal, if two angles of the triangle are equal, സെയിം പേജ് തന്നെ, പേജ് നമ്പർ 25 തന്നെയാണ് തിയറി ഉള്ളത്. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ഈ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യം. രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ഈ കോണിനെതിരെയുള്ള ഈ സൈഡും ഈ കോണിനെതിരെയുള്ള ഈ സൈഡും ഈക്വൽ ആണ് എന്ന് തിയറി കിട്ടി. if two angles of triangle are equal, then the sides opposite to equal angles are equal. കിട്ടിയില്ല എല്ലാവർക്കും? മനസ്സിലായോ? രണ്ടും സെയിം തിയറി തന്നെയാണ് പറയുന്നത്. എന്താ പറഞ്ഞ? ആദ്യത്തേൽ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള ഈ ആംഗിളും ഈ വശത്തിനുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. മനസ്സിലായി? കിട്ടി? അത് തന്നെ തിരിച്ചു പറയാന്, ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ്, നേരത്തെ പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ. ഇനി രണ്ടാമത് പറഞ്ഞത് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആവും. ഇനി ആദ്യം പറഞ്ഞത് ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ അതിന് നമ്മൾ അടുത്തൊരു തിയറി നമ്മൾക്ക് പറയാം. രണ്ട് സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിളിനെ എന്താ പറയാം? രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിനെ സമപാർശ്വ ത്രികോണം, അല്ലെ? എഴുതി വെക്കുക എല്ലാവരും. രണ്ട് വശം തുല്യമായ ത്രികോണത്തിന് സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. ടു സൈഡ്സ് ആർ ഈക്വൽ, രണ്ട് സൈഡ് ഈക്വൽ ആയാൽ എന്താ പറയാ? ഐസോസെലസ് ട്രയാങ്കിൾ. മൂന്ന് സൈഡ് ഈക്വൽ ആയാൽ എന്താ പറയാ? ഇത് ത്രീ സൈഡ്സ് ആർ ഈക്വൽ. മൂന്ന് സൈഡ്സ് ആയ ട്രയാങ്കിളിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. എഴുതി വെക്കുക രണ്ടും. രണ്ട് വശം തുല്യമായാൽ
രണ്ടു വശം തുല്യമായാൽ എന്താണ്? സമപാർശ്വ ത്രികോണം. Isosceles triangle. If the two sides are equal, then it is isosceles, and if the three sides are equal, it's a സമഭുജ ത്രികോണം. Equilateral triangle. The equilateral triangle spelling എഴുതാം. EQIL ഒന്നുകൂടി പറഞ്ഞുതരാം. EQUILATERAL ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. കിട്ടിയോ? ഐസോസെലസ് ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ്. ഐസോസെലസ് രണ്ട് വശം ഈക്വൽ ആണെങ്കിൽ ഐസോസെലസ്. എന്താ ഐസോസെലസ് ട്രയാങ്കിൾ? ISOSCELES. ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം. കിട്ടിയോ? എഴുതി വെച്ചോ എല്ലാവരും? എന്താ എഴുതിയത്? രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിനെ സമപാർശ്വ ത്രികോണം എന്നും മൂന്ന് വശങ്ങൾ തുല്യമായ ത്രികോണത്തിനെ സമഭുജ ത്രികോണം എന്നും പറയുന്നു. ഒന്നുകൂടി പറഞ്ഞേ, ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുന്നു. If the two sides are equal, then this triangle is called isosceles triangle. Spelling കിട്ടിയില്ല എല്ലാവർക്കും? If three sides are equal, it is equilateral triangle, സമഭുജ ത്രികോണം. കിട്ടി? ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലോ സമഭുജം, മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ അടുത്ത തിയറി എഴുതാം. എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതല്ലേ ബേസ്? പാദം ഇതല്ലേ? പാദത്തിലുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് the base angles of an isosceles triangles are equal. സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യം. അല്ലാതെ എഴുതിയോ? സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യം. കിട്ടി? ഒന്നുകൂടി പറഞ്ഞേ. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് വശം തുല്യമായാൽ സമപാർശ്വ ത്രികോണം. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? മൂന്ന് വശം തുല്യമാണ് ഇക്വലാറ്ററൽ. If the three sides are equal, then it is a equilateral triangle. അതിനും ഒരു പ്രത്യേകത. അതിന്റെ ആംഗിൾസ് മൂന്ന് ആംഗിൾസും എത്രയായിരിക്കും? ഈ മൂന്ന് വശം തുല്യമാണെങ്കിൽ it should be always എത്രയാണ്? 60 ഡിഗ്രി. കാരണം ഒരു ത്രികോണത്തിന്റെ ആന്തരകോണിന്റെ തുക ഇന്നർ ആംഗിൾസ് എത്രയാ വരിക? 180 അല്ലേ വരിക? അത് 180 ആണ് വരിക. പക്ഷെ 180 വരണമെങ്കിൽ മൂന്നും ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോ 180 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 60 അല്ലേ? 6 × 3 ആണ് 18. അപ്പൊ 60. അങ്ങനെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും എന്തായിരിക്കും? സമഭുജ ത്രികോണം. അത് ഇതായിട്ട് വരുന്നതാണ് കേട്ടോ. നമുക്ക് ഡാഷ് ഇട്ട് വരുന്നവർക്ക് അപ്പൊ ശരിക്കും ബൈ ഹാർട്ട് ചെയ്യുന്നത് എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസ് സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും തുല്യമാണ് അല്ലേ? അപ്പൊ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. 60 ഡിഗ്രി. എഴുതി വെക്കുക എല്ലാവരും. സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും തുല്യമാണ്, മൂന്ന് വശങ്ങൾ തുല്യമാണ്, അതിന്റെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി. മൂന്ന് കാര്യങ്ങൾ എഴുതിയോ? അടുത്തത് അതുപോലെ തന്നെ സമപാർശ്വ ത്രികോണത്തിന്റെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതി? സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. പിന്നെന്താ എഴുതിയത്? ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്, പാദകോണുകൾ തുല്യമാണ് അല്ലേ? ഇതില്ലേ ഓരോ കോണും എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് എഴുതാം മൂന്ന് കോണും തുല്യമാണ്, അതുകൊണ്ട് 3 60 ആണ്. പക്ഷെ സമപാർശ്വ ത്രികോണത്തിന് അത് പറയാൻ പറ്റില്ല. ഇത് രണ്ടും തുല്യമാണെന്നേ പറയുള്ളൂ. അത് മൂന്നാമത്തെ ഏതാന്ന് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഇത് എത്രയാണെന്ന് പറഞ്ഞാൽ അത് 180 മൈനസ് ചെയ്താൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്കുകള് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാൻ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ, അതാണ് ബേസ് ആംഗിൾ, അതാണ് ഈക്വൽ. അപ്പൊ നമുക്ക് ഇനി കണക്കുകൾ തുടങ്ങാം. തിയറി എല്ലാം എഴുതിയില്ലേ?
പേജ് നമ്പർ 26 എടുക്കാം. കണക്കുകൾ തുടങ്ങാണ് കേട്ടോ. പേജ് നമ്പർ 26 കണ്ടു എല്ലാവരും. തിയറികൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ, എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഓരോ ആംഗിൾസും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രണ്ട് വശമാണ് തുല്യം. ആദ്യത്തെ ചോദ്യം കണ്ടു എല്ലാവരും. സം ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഗിവൺ. മലയാളം മീഡിയക്കാരുടെ പുസ്തകത്തില് നമ്മുടെ പേജ് നമ്പർ സെയിം തന്നെ ആവുന്നു. പേജ് നമ്പർ 26 തന്നെയാണ് കേട്ടോ. രണ്ടിലും പേജ് നമ്പർ 26 ചുവടെ കുറെ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഓരോന്നിലും ഓരോ കോൺ തന്നിട്ടുണ്ട്. ഒരു കോൺ തന്നിട്ടുണ്ട്, ബാക്കി രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. എളുപ്പമാണ് അത് ചെയ്യാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ മതി. Some isosceles triangles are drawn below. In each angle, one angle is given and find the other. ഓരോന്നിലും അടുത്തത് കണ്ടുപിടിക്കും. ബാക്കി രണ്ടെണ്ണം, ഒരു ആംഗിൾ തരുള്ളൂ കേട്ടോ. ബാക്കി രണ്ടും കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വരയ്ക്കും. റഫ് ഫിഗർ ആണ് കേട്ടോ, വെറുതെ ഒരു ഫിഗർ വരയ്ക്കാം. പക്ഷെ പടത്തിൽ ശ്രദ്ധിക്കാം. പടം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏത് രണ്ട് സൈഡാണ് ഈക്വൽ. ഇത് രണ്ട് സൈഡല്ലേ അതിന് ഈക്വൽ. ഇവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. എന്നിട്ട് ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊന്ന് പേര് കൊടുക്കാം. അവര് പേരൊന്നും തന്നെ, പക്ഷെ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോ തന്നെ എന്ത് ചെയ്യണം, ട്രയാങ്കിളിന് പേര് കൊടുക്കുക. ABC. അപ്പോഴാണ് നിങ്ങൾക്ക് എഴുതാൻ സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. ABC. അതിൽ B ആണ് 30. ഇതിൽ ഏത് രണ്ട് സൈഡ് ആയിക്കോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കണ്ടിട്ട് എന്താ നോക്കിയ പടത്തിൽ നോക്കാം. കാണുമ്പോ ഏത് രണ്ട് വശങ്ങളായിക്കോ പറയല്ല. ഏത് രണ്ട് വശങ്ങളാ? ABയും BCയും ഈക്വൽ ആണ് അല്ലേ? ABയും BCയും അല്ലേ ഈക്വല്? ഇത് വലുതായിട്ടല്ലേ കാണണേ? ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും കാണില്ലേ? BC വലുതല്ലേ? ABയും ACയും ഈക്വൽ ആണ്. അപ്പൊ അതിനെതിരെയുള്ള കോണുകൾ തുല്യല്ലേ? ഇതിന്റെ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതൊക്കെ ആംഗിൾ B അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ C പറഞ്ഞ വേഗം എന്തായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ബേസ് ആംഗിൾ C ഈക്വൽ ആണ്. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇതും എത്രയാണ്? 30 ഡിഗ്രി കിട്ടി. ഇനി മൂന്നാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം? ടോട്ടൽ എത്രയാണ്? 180. ഇന്റീരിയർ ആംഗിൾ ആന്തരകോണിന്റെ തുക, ഒരു ത്രികോണത്തിന്റെ ആന്തരകോണിന്റെ തുക, ത്രികോണത്തിന്റെ ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180 വന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടി? 30 + 30 60. അപ്പൊ ആംഗിൾ A എത്രയായിരിക്കും? തന്നെ വേഗം എന്താ? ഇത് 30 ആണെങ്കിൽ ഇത് 30 ആണ്. കാരണം ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണ്. ഇതിനെതിരെയുള്ള ആംഗിളും ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ. കിട്ടിയേ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? മൂന്നും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ 180യിൽ നിന്ന് മൈനസ് എത്രയാണ്? ഇത് രണ്ടും കൂടി കൂട്ടുക. 30 + 30 എത്രയാ? 30 + 30 60. അപ്പൊ 180 - 60. 180ൽ നിന്ന് 60 കുറച്ചാൽ എത്രയാ? കുറച്ച് നോക്ക എല്ലാവരും. അവിടെ സൈഡിൽ കുറച്ച് എനിക്ക് കാണിച്ചു തന്നെ നാളെ വരുമ്പോ. 180ൽ നിന്ന് 60 കുറച്ചാൽ 120. 120 ഡിഗ്രി കിട്ടിയ എല്ലാവർക്കും? മൂന്നാം ദിവസം കിട്ടിയില്ലേ? അപ്പൊ ആംഗിൾ AC എത്രയാ? 120 ഡിഗ്രി. പടത്തിന് മാത്രം ഇങ്ങനെ വരച്ചാൽ പോരാ, ഇങ്ങനെ സ്റ്റെപ്പ് ശരിക്കും എഴുതണം കേട്ടോ. ആംഗിൾ B 30 തന്നിട്ടുണ്ട്. ആംഗിൾ C എത്രയാണ്? 30 ആണ്. ബേസ് ആംഗിൾ ഈക്വൽ. ഈ ആംഗിൾ കിട്ടണമെങ്കിൽ, ആംഗിൾ A കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180യിൽ നിന്ന് മൈനസ് ചെയ്യണം. മനസ്സിലായോ എല്ലാവർക്കും? ഒന്നും കൂടി നോക്കുക ശരിക്കത്. മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്തൊരു ട്രയാങ്കിൾ കണ്ടോ? അതിന്റെ എങ്ങനെയാ വശം തന്നിരിക്കുന്നത്? ഇത് ഇങ്ങനെ ഒരു വശവും ഇതാണ് വലുത് അല്ലെ? ഈ രണ്ട് വശം തന്നെയാണ് തുല്യം.
പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഈ ആംഗിൾ ആണ് 40 ഡിഗ്രി. ഈ രണ്ട് സൈഡല്ലേ നമുക്ക് പടത്തിൽ നിന്ന് അറിയാം, ഈ രണ്ട് സൈഡാണ് ഈക്വല്. അപ്പോ എങ്ങനെയാ ചെയ്യാ നമ്മള്? എങ്ങനെയാ അത് ഈക്വൽ ആക്കാം? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ഇത് രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുക എ ബി സി. പേര് കൊടുക്കുമ്പോ ആംഗിൾ ബി എത്രയായിരിക്കും, ആംഗിൾ സി എത്രയായിരിക്കും? അത് രണ്ടും ഈക്വൽ ആണ്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. കിട്ടിയില്ലേ എല്ലാവർക്കും? ആംഗിൾ ബിയും ആംഗിൾ സിയും തുല്യമാണ്. ഇത് രണ്ടും തുല്യമാണ്. ഇനി ആംഗിൾ എ എത്രയാണ്? 40 ആണ്. മൂന്നും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരെണ്ണാണ് തന്നിരിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ 180. നേരത്തെ നമ്മൾ ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 180 കുറച്ചാൽ ഈ ഒരളവ് കിട്ടി. പക്ഷെ ഇനി കാണുന്നത് 180 നിന്ന് ആദ്യം ഇത് കുറക്കണം, കാരണം ഇതിന് തുല്യമായിട്ടുള്ള ഒന്നുമില്ല. ഈ രണ്ട് ആംഗിൾസ് ഈക്വല്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് 40 എത്രയാ? 180 ഡിഗ്രിന്ന് 40 ഡിഗ്രി കുറച്ചാൽ 180 ആണ്. മൂന്നും കൂടി കൂട്ടിയാൽ ഇതെന്താണ്? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി കാണണമെങ്കിൽ ബിയും സിയും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180 40 കുറച്ചാൽ എത്ര കിട്ടാം? 180 40 കുറച്ചാൽ 140 അല്ലേ? 180 40 കുറച്ചാൽ 140 കിട്ടി. ഈ 140 ബി പ്ലസ് സി ആണ് 140. ബി പ്ലസ് സി 140 ആണ്. ബി ഇസിക്വൽ ടു സി ആണ്. ഇത് രണ്ടും തുല്യമാണ് നമ്മൾ എഴുതി വെച്ചു. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140 ആണ്. അപ്പൊ ആംഗിൾ ബി എത്രയായിരിക്കും? എത്രയായിരിക്കും ബി? ആംഗിൾ ബിയും ആംഗിൾ സിയും തുല്യമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140 ആണ്. അപ്പൊ ബി തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 140 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 70 ഡിഗ്രി. അപ്പൊ ആംഗിൾ സി എത്രയായിരിക്കും? ആംഗിൾ ബി 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി ഈക്വൽ ടു സി ആണ്. അപ്പൊ സിയും എന്താണ്? 70 ഡിഗ്രി. എന്നിട്ട് ചോദ്യത്തിൽ പടത്തിലേക്ക് ഇത് വരയ്ക്കുക. ഇതെത്രയാണ്? 70 ഡിഗ്രി. ഇത് 70 ഡിഗ്രി. ഇങ്ങനെ പടത്തിൽ മാത്രം കണ്ടുവച്ചാൽ പോലെ സ്റ്റെപ്പ് ശരിക്കും എഴുതി വൃത്തിയിൽ എഴുതാം. കിട്ടിയോ? 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മനസ്സിലായോ എല്ലാവർക്കും? ആദ്യം ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് 180 മൈനസ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് 140 കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തുല്യായില്ലേ? 70 കിട്ടി. ആംഗിൾ ബി 70 ആണെങ്കിൽ ആംഗിൾ സി എത്രയാണ്? 70. അടുത്ത ക്വസ്റ്റ്യൻ വരയ്ക്കാം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് വെച്ചാൽ കേട്ടോ. ഈ ഒരു വശവും ഈ ഒരു വശവും ഇത് രണ്ടുമാണ് ഈക്വൽ. ഇത് ചെറുതായിട്ടാണ് തന്നിരിക്കണം അല്ലെ? പടത്തിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും നോക്കാട്ടോ. എന്നിട്ട് തന്നിരിക്കുകയാണ് ദിസ് വൺ ഈസ് 20 ഡിഗ്രി. ഇപ്പൊ തന്നെ ചെയ്ത പോലെ തന്നെ ഇത് എ, ഇത് ബിയും സിയും കൊടുക്കാം. ഈ എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മുകളിൽ ഇത് വരച്ചത് ഈ വശവും ഈ വശവുമാണ് തുല്യം. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആംഗിളും അല്ലേ ഈക്വല്? അപ്പൊ ഇത് ഒരെണ്ണം, ഇത് ഇതിന് ഈക്വൽ അല്ല. ഈ രണ്ട് സൈഡാണ് ഈക്വല്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ സൈഡും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആംഗിളും അല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാം? ഇത് 120 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യാം? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. Then angle B plus angle C is equal to ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര എഴുതാം? ആദ്യം തന്നെ 180 നിന്ന് മൈനസ് 20. 180 ആണ്. മൂന്നും കൂടി കൂട്ടിയാൽ അതിൽ നിന്ന് ഈ 20 കുറച്ചാൽ എത്ര കിട്ടും? 160. അപ്പൊ ആംഗിൾ ബി എത്രയായിരിക്കും? ആംഗിൾ ബി is equal to 160 by 2, that is 80 ഡിഗ്രി. അടുത്തത് എന്താണ്? ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ബി 80 ഡിഗ്രി. അപ്പൊ ഇത് ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ സിയോ 80 ഡിഗ്രി തന്നെ. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഇല്ലേ? അത് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും കൂടി അതിലുണ്ട്. ഒരു ട്രയാങ്കിളും കൂടി വരച്ച് എല്ലാവരും. ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് നോക്കണം. ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്.
നാലാമത്തെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചിരിക്കണേ നോക്ക്. അതിന്റെ ഏത് വശമാണ് തുല്യം? തുല്യമായിട്ടുള്ള വശങ്ങൾ നോക്കണം കേട്ടോ. ഇങ്ങനെയാണ് പടം തന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് വശമാണ് തുല്യം, കാരണം ഇത് വലുതാണ്, ഹൈപ്പോട്ടിന്യൂസ് എന്തായാലും വലുതാണ്. സോ ദിസ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. ഇപ്പൊ തന്ന പോലെ തന്നെയല്ലേ, 3 ആംഗിൾസ് കാണണം. അതിന് ഈ ആംഗിൾ എ ഇത് തന്നിട്ടുണ്ട്, ഇവിടെ ബി സി. ആംഗിൾ എ 100 ആണ്. ഇനി അത് തന്നെ ചെയ്യാൻ കിട്ടുമല്ലോ. ആംഗിൾ എ 100 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എഴുതിയോ? ഇനി അടുത്തത് എന്താണ്? ഈ വശവും ഈ വശവും എല്ലാം ഈക്വൽ. അപ്പോ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. Therefore ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ബിയും സിയും കൂടി കൂട്ടിയാൽ എത്ര വരണം? ഇത് 3 കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? 100ൽ നിന്ന് മൈനസ് ചെയ്യണം. ബിയും സിയും കൂടി കൂട്ടിയാൽ 180 മൈനസ് 100 ദാറ്റ് ഈസ് 80 ഡിഗ്രി. ഇത് രണ്ടും കൂടി ബിയും സിയും കൂടി കൂട്ടിയാൽ 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എത്രയാ? ഇത് രണ്ടും ഈക്വൽ ആണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ്. ബിയും സിയും ഈക്വൽ ആണ്. ബിയും സിയും കൂടി കൂട്ടിയാൽ 80 കിട്ടും. അപ്പൊ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 എത്ര ഡിഗ്രി കിട്ടി? 40 ഡിഗ്രി. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് വൺ ഈസ് ഓൾസോ 40 ഡിഗ്രി. കാരണം ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡിന് ഈ സൈഡും ഈ സൈഡിൽ ഇരിക്കലാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ 40. അപ്പൊ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. കിട്ടിയില്ലേ? ഈ 4 കണക്ക് നമുക്ക് കിട്ടി. എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി എന്താ നമ്മൾ പറഞ്ഞത്? ഐസോസെലസ് ട്രയാങ്കിൾ, രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിളിനെ നമ്മൾ എന്താ പറയാ? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ തന്നാൽ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബാക്കി 2 ആംഗിൾസും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും കിട്ടണം. നാളേക്ക് കണക്കുകൾ ചെയ്യാം. ഏതെങ്കിലും ഒരു ആംഗിൾ തന്നാൽ ബാക്കി 2 ആംഗിൾസ് എന്തായാലും നമുക്കറിയാം. സം ഓഫ് ദ 3 ആംഗിൾസ് 180 ആണ്. അപ്പൊ 180 മൈനസ് ചെയ്ത് ശരിക്കും കണ്ടുപിടിക്കണം. എല്ലാവരും നാളേക്ക് ചെയ്ത് പഠിച്ചു കൊണ്ടുവരിക.